ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് കുഞ്ഞു മക്കൾക്ക് ഏകദേശം 1 വയസ്സ് മുതലുള്ള കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു മിക്സ് തയ്യാറാക്കാവേ. ഇത് നമുക്ക് കുറുക്കായിട്ട് ഒക്കെ കൊടുക്കാവുന്നതാണ്. അങ്ങനെ അതിനാവശ്യത്തിന് ഞാൻ ഓട്സ് എടുത്തിട്ടുണ്ട്. ഓട്സിന് പകുതി വേണം നമ്മൾ കപ്പലണ്ടി എടുക്കാനായിട്ട്. ഇത് വറുത്ത് വരുന്ന കപ്പലണ്ടിയാണ്, തൂക്കി മേടിക്കാൻ കിട്ടും. അങ്ങനെ നമ്മൾ പകുതി എടുത്ത് നമ്മൾ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. അത്യാവശ്യം ഒന്ന് വറുത്തെടുക്കണം, അല്ലെന്നുണ്ടെങ്കിൽ ഇത് പൊടിഞ്ഞ് കിട്ടാൻ പാടായിരിക്കും. ഒരു എണ്ണ മെഴുക്കിൻ്റെ ഒരു രീതിയായി മാറും കേട്ടോ. കട്ടിക്ക് പിണ്ണാക്ക് കണക്കിരിക്കും. അപ്പോൾ നമ്മൾ അതൊന്ന് ഒഴിവാക്കാൻ വേണ്ടി മാത്രമായിട്ട് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് വറക്കണം കേട്ടോ. അങ്ങനെ അതായത് നമ്മൾ തണുക്കാൻ വെച്ചിട്ടുണ്ട്. ആ സമയം കൊണ്ട് നമുക്ക് ഓട്സ് നമുക്കൊന്ന് വറുത്തെടുക്കണം. ഓട്സ് അധികം നമ്മൾ ക്രിസ്പി ആയിട്ട് വറുത്തെടുക്കണ്ട. ജസ്റ്റ് ഒന്ന് വറുത്ത് നമുക്ക് ജസ്റ്റ് ഒരു കളറ് മാറുന്ന പരുവം വരും. ഒരു ചെറിയൊരു കളർ മാറുമ്പോഴേ നമ്മൾ എടുക്കണം കേട്ടോ. ഇനി ഇതൊന്ന് പാറ്റിയെടുക്കണം. നമ്മളിവിടെ പാറ്റിയെടുക്കുക കേട്ടോ പറയുന്നത്, നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് അറിയില്ല. അപ്പോൾ നമ്മളതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. കുറച്ച് തൊലിയൊക്കെ അവിടെ ഇരിപ്പുണ്ട് കേട്ടോ. ഇത് ഇത്രയും കൂടെ കളയാൻ എനിക്ക് സമയമില്ലായിരുന്നുകൊണ്ടാണ്. ഇനി നമുക്ക് ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. പൊടിച്ചെടുക്കുമ്പോൾ നന്നായിട്ട് പൊടിയാവാൻ ശ്രമിക്കണം കേട്ടോ. അപ്പോൾ ഈ കടലയുടെ തരിയൊക്കെ കിടന്നു കഴിഞ്ഞാൽ നമ്മൾ കുറുക്കുണ്ടാക്കുന്ന സമയത്ത് അതിങ്ങനെ തരിയായിട്ട് തന്നെ കിടക്കും. അപ്പോൾ നന്നായിട്ടൊന്ന് ചെറു ചൂടോടെ തന്നെയാണ് ഞാൻ മൊത്തം അങ്ങ് തണുക്കാൻ നിന്നില്ല, ചൂടോടെ പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ എല്ലാം നന്നായിട്ട് പൊടിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ കൈവച്ച് തൊട്ട് നോക്കുമ്പോൾ പറയാൻ ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും പൊടിയെ. അപ്പോൾ കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി കപ്പലണ്ടിയുടെ തരിതരിപ്പൊന്നും അതിൽ കാണത്തില്ല. ഇനി നമുക്കിത് ഏത് ബോക്സിലോട്ടാണോ മാറ്റുന്നത്, നല്ല എയർ ടൈറ്റായിട്ടൊരു ബോക്സിലോട്ട് മാറ്റി വെക്കണം. ഇത് പിന്നെ അധിക ദിവസം നമ്മൾ വെളിയിലൊന്നും വെച്ച് ഇരിക്കരുത്. നമ്മളെളുപ്പം തീർക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ മാത്രം പൊടിച്ചെടുക്കണം. കാരണം കപ്പലണ്ടി ആയതുകൊണ്ട് ഒരു എണ്ണ അതിൽ ഫീൽ ചെയ്യും. അപ്പം ഈ ചെറിയ ചൂടോടെ പൊടിക്കുന്ന നമ്മൾ അതിന് വേണ്ടി തന്നെ കേട്ടോ. ഈ എണ്ണമെഴുക്ക് പോലെ ഒരു തട്ടി അതിൽ വരാതിരിക്കാൻ വേണ്ടിയാണ്. നമുക്ക് ആവശ്യത്തിനുള്ളത് മാത്രം നമ്മൾ പൊടിച്ച് എടുത്താൽ മതിയാവും. ഇങ്ങനെ കറക്റ്റ് എനിക്ക് ഈ ഒരു ബോക്സിൽ കിട്ടാൻ പരുവത്തിന് ഞാൻ എടുത്തിട്ടുണ്ട്. ഇതാണ് എൻ്റെ അളവ് പാത്രം. ഇത് നമുക്ക് ലോട്ടസ് സീഡ് മേടിച്ച ബോട്ടിലാട്ടോ. ഇതെനിക്ക് നല്ലതാണ്, ഇതിന് ഉപയോഗപ്പെട്ടിട്ടുണ്ട്. അപ്പം ഇങ്ങനെ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനായിട്ട് സ്റ്റോക്ക് ചെയ്ത് വെക്കാം. ഇതുപോലെ തന്നെ ഓട്സും നമുക്ക് ലോട്ടസ് സീഡിൻ്റെ കൂടെ ചെയ്യാൻ പറ്റും. പിന്നെ ഇത് ഞാൻ റാഗി മില്ലറ്റായിട്ട് പൊടിച്ചതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വേറൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാവേ. ബൈ ബൈ.